Hi friends, so today we are going to start State Syllabus English Textbook Class 5. And the first unit is here, The Warmth of Love. What do we see here? Yes, we have a lovely picture, right? Let us try to read the picture. Okay, take some minute and observe the picture and try to read it. Okay, now I will explain my point of view in this picture. In this picture, there is a cute little family sitting underneath the shade of a tree. A slide and a merry-go-round in the park, along with 4 little children playing merrily and happily enjoying each other's company. We also have a mother bird doting on her cute little young ones. And the park is covered in lush green plants, trees, and beautiful flowers, right? So, this is what we see in this picture. Okay, now just look at the end of the page. There is a quote written there. What is it? Earth is the right place for love by Robert Frost. This quote is taken from Robert Frost's famous poem Bridges. Okay, and the quote means love is a fundamental human emotion and it is well nurtured and experienced in the earth. ഒന്നും മനസ്സിലായില്ലല്ലേ? അത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലവ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻസിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഇമോഷനാണ്, അതായത് ഒരു വികാരമാണ്. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് എന്താണ് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നതും അതിനെ എന്താണ് നർച്ചർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, നർച്ചർ എന്ന് വെച്ചാൽ അതിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതും നമുക്കെന്താണ് ഭൂമിയിലാണ്. അതിന് പറ്റിയ സ്ഥലം ഭൂമി എന്നാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so what you guys have to do is whenever you get time, go browse Bridges by Robert Frost and read the poem. And I assure you, you will all gonna love it. Okay, now let us move to our next page. Okay, what do we have here? In our next page, we are given 2 pictures, right? 2 pictures we are given and we are having some questions also. Let us go to the first question. And the first question is, what is the first boy doing? എന്താണ് ആദ്യത്തെ കുട്ടി ചെയ്യുന്നത് എന്നല്ലേ? So first image ഒന്ന് നോക്കിയേ. What do you see them? Yes, the first boy is happily getting ready for going to school. അല്ലേ? അങ്ങനെ സ്കൂളിലൊക്കെ പോകാൻ നല്ല പുതിയ യൂണിഫോമും ബാഗൊക്കെ ഇട്ട് അല്ല ഹാപ്പി ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയല്ലേ? ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ഹി ഹാപ്പി? കുട്ടിയുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ, ഹി ഈസ് റിയലി ഹാപ്പി ടു ഗോ ടു സ്കൂൾ. സോ ഹി ഈസ് ഹാപ്പി. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം എന്നല്ലേ ആ കുട്ടിയുടെ സന്തോഷത്തിന്? യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ ബാഗ് തൂക്കി നിൽക്കുന്നതാണ് കാണുന്നത്. സോ ഹീ ഈസ് ഹാപ്പി ബിക്കോസ് ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. സോ സ്കൂളിലൊക്കെ പോയി പുതിയ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പഠിക്കാൻ പോവാ. സോ ദാറ്റ് ഈസ് വൈ ഹീ ഈസ് ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? നൗ ലുക്ക് അറ്റ് ദ സെക്കൻഡ് പിക്ചർ. വാട്ട് ഡു യു സീ ദർ? The second boy is crying and showing tantrums for not going to school. സ്കൂളിൽ പോവാതിരിക്കാൻ അമ്മയോട് കരയുവാണല്ലേ, എനിക്ക് പോണ്ട സ്കൂളിലെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് look at the last question. What is his mother doing? അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? His mother is trying to pacify him. അവനെ പറഞ്ഞ് എന്താണ് പറയാൻ നോക്കുക, അങ്ങനെ കരയരുത്, സ്കൂളിൽ പോയാൽ നിനക്ക് പുതിയ കുറേ ഫ്രണ്ട്സിനെ കിട്ടും, കളിക്കാനുള്ള കൂട്ടുകാരായി, ഒത്തിരി ന്യൂ ബുക്സ്, വായിക്കാനുള്ള ബുക്ക്, അങ്ങനെ ഒത്തിരി എന്നൊക്കെ പറഞ്ഞ് അമ്മ കുട്ടീനെ സ്കൂളിലോട്ട് പറഞ്ഞു വിടാനായി സാന്ത്വനപ്പെടുത്താൻ നോക്കുവാണല്ലേ. സോ സെക്കൻഡ് പേജ് ഇസ് ഓൾസോ ഓവർ. ഇത് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ ഫസ്റ്റ് സ്റ്റോറി ഇൻ a first unit.
നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ പേര്? നോക്കിയേ, ദ വാംത്ത് ഓഫ് ലവ് അല്ലേ. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് സ്റ്റോറിയാണ് എന്ത്? ദ കിസ്സിങ് ഹാൻഡ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ ഒരു പേജ് വായിക്കാം. ഓക്കെ, ലെറ്റ് us read first. In this story, a little raccoon named Chester is hesitant about going to school. Now, let's see what happens to him. ഈ സ്റ്റോറിയിൽ ഒരു ലിറ്റിൽ റാക്കൂൺ എന്ന് പറയുന്ന ഒരു ആനിമൽ ഉണ്ട്. അതെന്താണ്? അതിൻ്റെ പേര് ചെസ്റ്റർ എന്നാണ്. ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടി. അപ്പം നമുക്ക് നോക്കാം സ്റ്റോറിയിൽ എങ്ങനെ എന്താകും. റാക്കൂൺ സ്കൂളിൽ പോവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓക്കെ. Chester Raccoon stood at the edge of the forest and cried. I don't want to go to school, he told his mother. I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swings. Please, may I stay home with you? Miss Raccoon took Chester by the hand and nuzzled his ear. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഫസ്റ്റ് പേജിൽ എന്താണ് സ്റ്റോറി പറഞ്ഞേക്കുന്നത്? ചെസ്റ്റർ റാക്കൂൺ അല്ലേ. ഈ റാക്കൂൺ എന്ന് പറഞ്ഞാൽ കരടി വർഗത്തിൽപ്പെട്ട ഒരു അനിമലാണ്. പക്ഷെ കരടിയുടെ അത്രയും വലിപ്പമൊന്നും ഇല്ല. ഇതിനെ അമേരിക്കൻ ബെയർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ്റ്റർ എന്താണ്? ഫോറസ്റ്റിൻ്റെ ഒരു എഡ്ജിലിരുന്ന് കരയാണ്. എന്തിനാ കരയുന്നത്? നോക്കിക്കേ, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോണ്ട. ചെസ്റ്റർ റാക്കൂൺ അമ്മയോട് പറയാണല്ലേ, ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടം വെച്ചും കളിച്ചാൽ മതി. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ സ്റ്റോറി ബുക്സ് വായിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലും ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. പ്ലീസ് അമ്മ, ഞാൻ അമ്മയുടെ കൂടെ വീട്ടിലിരുന്നോട്ടെ എന്ന് നമ്മുടെ ചെസ്റ്റർ എന്താണ് കരഞ്ഞുകൊണ്ട് ചെസ്റ്ററിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പം മിസ് റാക്കൂൺ എന്താണ് ചെയ്തത്? മിസ് റാക്കൂൺ പതിയെ ചെസ്റ്ററിനെ വിളിച്ച് അടുത്തിരുത്തി അവൻ്റെ കൈ പിടിച്ചിട്ട് എന്താണ് അവൻ്റെ ഇയറിലോട്ട് നസിൽ ചെയ്യാണ്. നസിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മൂക്കും ചുണ്ടും കൊണ്ട് പതിയെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരയ്ക്കുന്നതിനാണ് നസിൽ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയും പൂച്ചയൊക്കെ ഇല്ലേ, അതിന് ഈ സ്നേഹം കൂടുമ്പോൾ അത് വന്ന് എന്ത് ചെയ്യും? നമ്മുടെ കാലിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ കയറി ഇരുന്നിട്ട് അത് നമ്മുടെ മൂക്ക് വെച്ചൊക്കെ ഉരയ്ക്കത്തില്ലേ, അതിനെയാണ് നസ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പേജിലോട്ട് പോകാം. അതെ, അടുത്ത പേജ് നോക്കിക്കേ. എന്താണ്? Sometimes we all have to do things we don't want to do, she told him gently, even if this seems strange and scary at first. But you will love school once you start. You will make new friends and play with new toys. You can read new books and swing on new swings. Besides, she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. Chester wiped away his tears and looked interested. A secret? What kind of secret? A very old secret, said Miss Raccoon. I learned it from my mother, and she learned it from her mother. It is called the kissing hand. The kissing hand? Asked Chester. What's that? I will show you. So,
what does us next page say? നമ്മുടെ മിസ് റാക്കൂൺ ചെസ്റ്ററിനെ അടുത്ത് വിളിച്ചൊക്കെ ഇരുത്തിയിട്ട് ചെസ്റ്ററിനോട് പറയാണ്. എന്താ പറയുന്നേ? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു ഡു. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കിഷ്ടം ഇല്ലെങ്കിൽ പോലും, നമ്മൾക്ക് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? She told him gently, even if they seem strange and scary at first. എന്താണ് പറഞ്ഞത്? ആദ്യമൊക്കെ അത് ഭയങ്കര വിചിത്രമായും പേടിപ്പെടുത്തുന്നതായും, അതായത് ഭയങ്കര സ്ട്രേഞ്ച്, അതായത് വിചിത്രമായും ഭയങ്കര പേടിയൊക്കെ തോന്നുമെങ്കിലും എന്താണ്, നമ്മളത് ചെയ്യേണ്ടി വരുമെന്ന്. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. പക്ഷേ സ്കൂള് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ അത് എൻജോയ് ചെയ്യും, പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരുകയും ചെയ്യുമെന്ന്. And play with new toys. You can read new books and swing on new swings. പുതിയ കൂട്ടുകാർ മാത്രമല്ല, പുതിയ കളിപ്പാട്ടങ്ങളും കിട്ടും, പുതിയ പുതിയ ബുക്കുകളും വായിക്കാൻ കിട്ടും. പോരാത്തേന് കൂട്ടുകാരടുത്ത് പുതിയ ഊഞ്ഞാലാടാനും പറ്റുമെന്ന് മിസ് റാക്കൂൺ നമ്മുടെ ചെസ്റ്ററിനെ അടുത്ത് വിളിച്ചിരുത്തി പറയാണല്ലേ. Besides, she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. പിന്നെ നമ്മുടെ മിസ് റാക്കൂൺ എന്താണ് പറയുന്നത്? ഇത് മാത്രമല്ല, എൻ്റെ കയ്യിലൊരു ഒരു വണ്ടർഫുൾ, അത്ഭുതകരമായ ഒരു സീക്രറ്റ് കൂടെ ഉണ്ട്. എന്താണ് ആ സീക്രറ്റ്? ഉണ്ടെങ്കിൽ നിൻ്റെ സ്കൂൾ ടൈം എന്തായിരിക്കും? നീ വീട്ടിലിരിക്കുന്ന അതേ ഒരു കംഫർട്ടും ആ ഒരു ഫീല് നിനക്ക് സ്കൂളിലും കിട്ടുമെന്ന് നമ്മുടെ മിസ് റാക്കൂൺ ചെസ്റ്ററിനോട് പറയുവാണ്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ അപ്പം പെട്ടെന്ന് എന്താണ് കണ്ണീരൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഭയങ്കര ആകാംക്ഷയോടെ അതെന്താണെന്ന് അറിയാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സീക്രറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞതല്ലേ. അപ്പം എന്താണ് ആ രഹസ്യം എന്നറിയാൻ നമ്മുടെ ചെസ്റ്റർ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുവാണ്. എ സീക്രറ്റ്? വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? രഹസ്യമോ? എന്ത് രഹസ്യം? നമ്മുടെ ചെസ്റ്റർ ഭയങ്കര ക്യൂരിയസ് ആയിട്ടൊക്കെ അങ്ങനെ ഇരിക്കുവല്ലേ. A very old secret, said Miss Raccoon. ഒരു പഴയ രഹസ്യമാണ്. I learned it from my mother and she learned it from her mother. ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് പഠിച്ചു, എൻ്റെ അമ്മ അമ്മയുടെ അമ്മയുടെ നിന്നും പഠിച്ചു എന്ന് പറയാണ്. It is called the kissing hand. ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് the kissing hand എന്ന്. ഓക്കെ, ഉമ്മ വെക്കുന്ന കൈകൾ. The kissing hand, asked Chester. ഉമ്മ വെക്കുന്ന കൈകൾ, അതെന്താ? വാട്ട്സ് ദാറ്റ്? ഐ വിൽ ഷോ യു. നീ ഇങ്ങ് ബാ, ഞാൻ കാണിച്ചു തരാമെന്ന് നമ്മുടെ മിസ് റാക്കൂൺ പറയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പേജ് ഓക്കെ ആണല്ലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി സ്റ്റോറി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ കേൾക്കും. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുവരെ വായിച്ച ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് മറക്കാതെ വായിച്ച് തന്നെ വെക്കുക. ഓക്കെ, നമ്മളെപ്പോഴും ഇംഗ്ലീഷ് വായിച്ചാൽ മാത്രമേ നമുക്ക് വേർഡ്സും അതിൻ്റെ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.